പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്ത സ്നേഹത്തിനുറവിടമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്രതി അങ്ങേക്ക് നന്ദി പറയാം. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസം നൽകിയതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ധൂർത്തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുമ്പോൾ സ്നേഹത്തിൽ ധൂർത്തനായൊരു പിതാവും അസൂയയിൽ ധൂർത്തനായ ജ്യേഷ്ഠനും സമ്പത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അത് വഴിവിട്ട ജീവിതത്തിലൂടെ നയിച്ചൊരു ധൂർത്തപുത്രനെയും ഞങ്ങളിന്ന് കാണും. കാരുണ്യവാനായ കർത്താവെ, പന്നിക്കൂടിനെ കുമ്പസാരക്കൂടാക്കി മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപ വീണ്ടെടുക്കുവാനായിട്ട് തൻ്റെ പാവങ്ങളെ ഓർത്ത് അനുതപിച്ച ധൂർത്തൻ പിതാവിൻ്റെ പക്കലേക്ക് സന്തോഷത്തോടെ തിരികെ എത്തും. നിൻ്റെ പാവം എത്ര വലുതാണെങ്കിലും അതെല്ലാം ആഴിയിലേക്ക് എറിഞ്ഞു കളയുവാൻ തക്കവിധം സ്നേഹസമ്പന്നനാണ് പിതാവെ അങ്ങെന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാവങ്ങളെയെല്ലാം എടുത്തു മാറ്റി വിശുദ്ധീകരിക്കുന്ന അങ്ങ് ധൂർത്തൻ്റെ പിതാവിൻ്റെ ഉപമയിൽ ധൂർത്തൻ ആയ മകനെ സ്വീകരിക്കുന്ന സ്നേഹത്തിൽ ധൂർത്തനായ പിതാവ് അവനെ പുതിയ വസ്ത്രങ്ങൾ അണിയിക്കുന്നു, മോതിരമണിയിക്കുന്നു, ചെരുപ്പ് ധരിക്കുന്നു, ആഘോഷമായ വിരുന്ന് നടത്തുന്നു. ഇതിൽ അസൂയ പൂണ്ട ജ്യേഷ്ഠൻ ഭവനത്തിൽ പോലും കയറാതെ പിതാവിനെ വിമർശിക്കുന്നു, പിതാവിൻ്റെ പ്രവൃത്തികളെ വിമർശിക്കുന്നു. താൻ കൂടെ നിന്നത് എത്രമാത്രം അബദ്ധമായി എന്നവൻ പറയുന്നുണ്ട്. എന്നാൽ മകനെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, എന്തുകൊണ്ട് നീ അത് ഉപയോഗിച്ചില്ല എന്ന് പറയുന്ന പിതാവിൻ്റെ മുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കും. കാരുണ്യവാനായ കർത്താവേ, നിൻ്റെ സ്നേഹവും സംരക്ഷണവും കരുതലും ഞങ്ങൾക്ക് ഓരോ നിമിഷവും നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും അങ്ങയുടെ കൃപകളാൽ നിറച്ച നയിക്കുകയും ചെയ്യണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.